നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സര സാധ്യത തുടർന്ന് സംബന്ധിച്ച മന്ത്രി GR അനിൽ ഒരു തവണ മാത്രം മത്സരിച്ചുകൊണ്ട് ഇനി അവസരം ഉണ്ടാകും എന്നാണ് അദ്ദേഹത്തിന്റെ പ്രതീക്ഷ. നെടുമങ്ങാട്ട് LDF തികഞ്ഞ ആത്മവിശ്വാസത്തിലാണെന്ന് മന്ത്രി അനിൽ പറയുന്നു. കേരളം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണ്. എന്തായാലും വിവിധ മണ്ഡലങ്ങളിൽ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ മന്ത്രിമാരുടെയും MLA-മാരുടെയും നേതൃത്വത്തിൽ നടത്തിയിട്ടുമുണ്ട്. നമ്മളോടൊപ്പം ഉള്ളത് നെടുമങ്ങാട് MLA-യും ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രിയുമായ GR അനിലാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തോടു കൂടിയാണ് നെടുമങ്ങാട് വിജയിച്ചത്. സ്വാഭാവികമായി അടുത്ത് ഒരു LDF സ്ഥാനാർത്ഥിക്ക് നെടുമങ്ങാട് ഭൂരിപക്ഷം കൂടുമോ? എങ്ങനെയാണ് സാഹചര്യം? വൻപിച്ച ഭൂരിപക്ഷം നൽകും. ജനങ്ങൾ അത്ര കണ്ട് തൃപ്തരാണ്. അവിടുത്തെ ആശുപത്രിയുടെ വികസനം മാത്രമല്ല, അവിടുത്തെ മാർക്കറ്റ് 30 കോടി, അതുപോലെ തൊട്ടടുത്തുള്ള ഗവൺമെൻറ് കോളേജ്, അതുപോലെ പോളിടെക്നിക്ക്, അതെല്ലാം 26ഓളം കോടി രൂപ ചെലവഴിച്ചത്. ഇങ്ങനെ തുടങ്ങിയ ഇത്രയധികം കണ്ണഞ്ചിപ്പിക്കുന്ന വികസന പ്രവർത്തനം നടത്തിയ ഒരു ഗവൺമെൻറ്, അതിൻ്റെ പ്രതിനിധിയായി മത്സരിക്കുന്ന LDF-ൻ്റെ സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ഭൂരിപക്ഷം 23,000-ലധികമാണെങ്കിൽ അതിൻ്റെ ഇരട്ടിയിലധികം ഭൂരിപക്ഷത്തോടു കൂടി ജനങ്ങൾ തിരഞ്ഞെടുക്കുമെന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്കെല്ലാം ഉള്ളത്. സാധാരണ ഈ CPI-യിലാണെങ്കിലും CPM-ലാണെങ്കിലും സ്ഥാനാർത്ഥിത്വം സ്വാഭാവികമായി സംസ്ഥാന നേതൃത്വം പ്രഖ്യാപിക്കണം. എങ്കിലും ചോദിക്കുകയാണ്, 3 ടൈം ആയിട്ടില്ല. അപ്പം സ്വാഭാവികമായി 3 ടൈം എന്നുള്ള ഇനിയും മത്സരിക്കാനുള്ള സാധ്യത താങ്കളുടെ മുന്നിലുണ്ടല്ലോ. ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു രീതി അനുസരിച്ച് സ്ഥാനാർത്ഥികളെ അന്തിമമായി തീരുമാനിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം, സംസ്ഥാന കൗൺസിലാണ്. ആ തീരുമാനം ഉണ്ടായാൽ അത് ശിരസ വഹിച്ച് മുന്നോട്ട് പോവുകയല്ലാതെ ഞങ്ങളതിനെ സംബന്ധിച്ച് വേറൊരു തർക്കത്തിൻ്റെ വിഷയങ്ങളൊന്നുമില്ല. സ്വാഭാവികമായും ഒരു തവണ മാത്രം മത്സരിച്ച ഒരാളെന്ന നിലയിൽ അടുത്ത തെരഞ്ഞെടുപ്പിലേക്കും അതിനുള്ള സാധ്യത ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് നമുക്കെല്ലാം ഉള്ളത്. പാർട്ടി ഏൽപ്പിക്കുന്ന, മുന്നണി ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം അത് കൃത്യമായും ഫലപ്രദമായും നിർവഹിക്കും, ആത്മാർത്ഥമായി പരിശ്രമിക്കും എന്നുള്ളതാണ് ഞങ്ങൾക്കെല്ലാം പറയാനുള്ളത്. ജനങ്ങൾക്ക് നൽകിയ വാക്കുകൾ അക്ഷരം പ്രതി പാലിച്ച് ജനങ്ങളോടൊപ്പം നിന്ന 5 വർഷമാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവിധ ആശംസകളും മത്സരരംഗത്ത് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഈ നെടുമങ്ങാടിൻ്റെ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം കൂടി കഴിഞ്ഞ ഘട്ടമാണ്. സെറിലിനൊപ്പം ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.